ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഫേസ് ലേഖന പഠന ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഞാൻ നേപ്പാളിലേക്ക് ഞങ്ങളുടെ മിഷൻ യാത്രയോടുള്ള ബന്ധത്തിൽ യാത്ര തിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി ചൊവ്വാഴ്ചയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഞായറാഴ്ചയായിരിക്കും ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതെങ്കിലും 7-ാം തീയതി ചൊവ്വാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, ഞാൻ പുറപ്പെടുന്നതിന് മുമ്പ്. അപ്പോൾ ഇന്ന് ഞാൻ നേപ്പാളിലേക്ക് യാത്ര ഇരിക്കുകയാണ്. അവിടെ നമ്മുടെ ബൈബിൾ ട്രെയിനിങ് സെൻറ്ററിലെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 10 ദിവസം അവിടെ ക്ലാസ് എടുക്കണം. അത് കഴിഞ്ഞ് പാസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങുകളുണ്ട്. അതിനൊക്കെ ലക്നൗവിൽ ചില മീറ്റിങ്ങുകളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മെയ് മാസം ആദ്യമായിരിക്കും ഞാൻ തിരിച്ചെത്തുന്നത്. ഓർത്ത് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തുടർന്നുള്ള എപ്പിസോഡുകൾ കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. മാക്സിമം ഞാൻ ശ്രമിക്കാം. എങ്കിലും എന്തെങ്കിലും അസൗകര്യം നേരിടുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് ഓർപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തൊരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം പഠിക്കാനായിട്ട് കേൾക്കാനായിട്ടൊക്കെ നിങ്ങൾ കാണിക്കുന്ന ആ വലിയ മനസ്സിന്, ആ വലിയ താല്പര്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്യങ്ങൾ വായിക്കാം. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. അപ്പോൾ അവിടെ സഭ മനുഷ്യരുടെ ചതിയിലും ഉപായത്തിലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിലും കുടുങ്ങിപ്പോകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് അപ്പോസ്തലൻ അവിടെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും സഭയിലെ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കുറച്ചുകൂടെ വിഷയങ്ങൾ ദൈവവചനത്തെ നമുക്ക് ചിന്തിക്കാണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു ഭാഗം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. അപ്പം നമ്മൾ തുടർന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്: ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടു പോയിക്കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. ഫുഗലോസും ഹെർമഗോനസും ആ കൂട്ടത്തിലുള്ളവർ ആകുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, ആസ്യക്കാർ, അതായത് ഏഷ്യ മൈനറിൽ ഉണ്ടായിരുന്ന സഭകളിലെ പല ആളുകളും പൗലോസിനോട് ചേർന്ന് നിന്നിരുന്നു. പൗലോസിനോട് ചേർന്ന് പൗലോസ് പ്രസംഗിക്കുന്ന ദൈവവചനത്തോടും സുവിശേഷത്തോടും ചേർന്ന് നിൽക്കുന്നവരായിരുന്നു അവർ. എന്നാൽ അവരെല്ലാവരും, അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാവരും എന്നാണ്, എവ്രിബഡി, ഒരാൾ പോലും മാറുന്നില്ല. എല്ലാവരും എന്ത് ചെയ്തു? എന്നെ വിട്ട് പോയിക്കളഞ്ഞു. അതായത് എൻ്റെ ഉപദേശം വിട്ട്, ഞാൻ പഠിപ്പിക്കുന്ന ദൈവവചനം വിട്ട്, എന്നിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന ആ ദൈവവചനം വിട്ട് എല്ലാവരും എന്ത് ചെയ്തു? പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഒരു വലിയൊരു കൂട്ടം, പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്ന വലിയൊരു കൂട്ടത്തെ തെറ്റിച്ച് കളയാനായിട്ട് അവിടെ കടന്നു വന്ന ദുരുപദേഷ്ടാക്കന്മാർക്കും ദുരുപദേശത്തിനും കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ കാണുന്നത് ക്രൈസ്തവ സഭ വളരുന്നതിനേക്കാൾ എത്രയോ വേഗത്തിൽ ദുരുപദേഷ്ടാക്കന്മാരുടെ അല്ലെങ്കിൽ ദുരുപദേശ കൂട്ടങ്ങൾ വളരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ഇന്നത്തെ ഒരു പ്രശ്നം അല്ല, അന്ന് മുതലുള്ള പ്രശ്നം തന്നെയാണ്. കാരണം പിശാചിനെ സംബന്ധിച്ചിടത്തോളം ദുരുപദേശങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ യഥാർത്ഥ ഉപദേശത്തിൽ വിശ്വസിക്കാതിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവന് പ്രശ്നമില്ല. അതാണ് എൻ്റെ വിഷയം എന്ന് പറയുന്നത്. അപ്പം എന്നിട്ട് അവിടെ 2 പേരെ പേരെടുത്ത് പറയുകയാണ്. ഒന്ന് ഫുഗലോസ്, 2 ഹെർമോഗനേസ്. ഈ 2 പേരും പൗലോസ് അവിടെ പേരെടുത്ത് പറയുക. അങ്ങനെ പേരെടുത്ത് പറയാനുള്ള കാരണം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചിന്തയിൽ ഞാൻ പറയാം, അവർ ഒരു പക്ഷേ വളരെ പ്രസിദ്ധമായിട്ട് അല്ലെങ്കിൽ ശക്തമായിട്ട് കർത്താവിന് വേണ്ടി നിന്നവരായിരിക്കാം, ഉപദേശത്തിന് വേണ്ടി നിന്നവരായിരിക്കാം. അപ്പം അതുകൊണ്ടാണ് പൗലോസ് അവരെ പേരെടുത്ത് പറയുന്നത്.
കാരണം അവരത്രയും ഫേമസ് ആയിരുന്നു. ഉപദേശത്തിന് വേണ്ടി പൗലോസിനോട് കൂടെ നിന്നവരിൽ അത്രയും ഫേമസ് ആയിട്ട് ശക്തമായിട്ട് പൗലോസിനോട് കൂടെ നിന്ന വ്യക്തികളായിരിക്കാം. അവരെ പോലും തെറ്റിച്ച് കളയാനായിട്ട് ഈ ദുരുപദേഷ്ടാക്കന്മാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇനി അതുപോലെ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 2 തിമോഥെയോസിൻ്റെ തന്നെ 2-ാം അധ്യായം അതിൻ്റെ 14 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: കേൾക്കുന്നവരെ മറിച്ച് കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കുവാൻ ശ്രമിക്കുക. ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ഹുമനയോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ടു തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ച് കളയുന്നു. നോക്കിയ 14-ാം വാക്യത്തിൽ പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, കേൾക്കുന്നവരെ മറിച്ച് കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. അപ്പം ഒരു പ്രയോജനവുമില്ലാത്ത വാഗ്വാദങ്ങൾ, ഡിബേറ്റുകൾ, അതെന്തിനു മാത്രമേ ഉപകരിക്കുന്നുള്ളൂ? കേൾക്കുന്നവരെ മറിച്ച് കളയുന്നതിന് മാത്രമേ ഉപകരിക്കുന്നുള്ളൂ. കണ്ടോ, അതിൻ്റെ 18-ാം വാക്യത്തിൻ്റെ അവസാനവും പറഞ്ഞത് പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ച് കളയുന്നു. അപ്പം ഇങ്ങനെ കേൾക്കുന്നവരുടെ വിശ്വാസം മറിച്ച് കളയുന്നതിന് മാത്രം ഉതകുന്ന ഡിബേറ്റുകൾ എന്ത് ചെയ്യരുത് എന്നാണ് പൗലോസ് പറയുന്നത്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഡിബേറ്റ് ചെയ്യരുതെന്നല്ല. അതായത് വിശ്വാസ വിഷയങ്ങളിൽ ഡിബേറ്റ് ചെയ്യരുത് എന്നല്ല പൗലോസ് പറയുന്നത്. ഡിബേറ്റ് ചെയ്യുന്നെങ്കിൽ നീ അതിനെക്കുറിച്ച് ക്ലിയർ ആയിരിക്കണം, നിനക്കത് സ്ഥാപിക്കാനായിട്ട് കഴിയണം. അല്ലാതെ ചാടിക്കേറി ഡിബേറ്റിനും വാഗ്വാദത്തിനും ഒക്കെ പോയിട്ട് അവസാനം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ, അവരുടെ വാദങ്ങൾക്ക് പ്രതിവാദമില്ലാതെ ആകപ്പാടെ തപ്പി തടഞ്ഞു കഴിയുമ്പോൾ കേൾക്കുന്നവരെന്താ വിചാരിക്കുക? അവൻ പറഞ്ഞതാ ശരിയെന്നാ വിചാരിക്കുക. അതാ പൗലോസ് പറഞ്ഞത്, കേൾക്കുന്നവരെ മറിച്ച് കളയുക എന്നുള്ള ഒറ്റ പ്രയോജനമല്ലാതെ വേറൊരു പ്രയോജനമില്ലാത്ത വാഗ്വാദം എന്ത് ചെയ്യാനായിട്ട് പോകരുത്. 15-ാം വാക്യത്തിൽ പറയാം, അതിന് പകരം നീ എന്ത് ചെയ്യണം? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്. ഇവിടെ പറഞ്ഞ് റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്നാണ്. അതായത് സത്യവചനത്തെ യഥാർത്ഥമായിട്ട് വിഭാഗിച്ചുകൊണ്ട്. അപ്പം എങ്ങനെയാണോ വചനത്തെ വ്യാഖ്യാനിക്കേണ്ടത്, എങ്ങനെയാണോ വചനത്തെ വിഭജിക്കേണ്ടത്, അത് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് നീ എന്ത് ചെയ്യണം? ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവരായി നിൽക്കുവാൻ ശ്രമിക്കുക. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പഴമക്കാർ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട് എന്ന് പറഞ്ഞതുപോലെ, തോന്നിയ പോലെ ഏതെങ്കിലും ഒരു വാക്യം വായിച്ചിട്ട് വായ തോന്നുന്ന മുഴുവൻ വിളിച്ചു പറയുന്നതല്ല ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നത്. ആ വചനം അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് എന്താണത് പറയുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി, ഇന്നത്തെ സാഹചര്യത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ പ്രായോഗിക തലം എന്താണെന്ന് മനസ്സിലാക്കി അത് ഷെയർ ചെയ്യുന്നതാണ് യഥാർത്ഥ വചനം പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ കയറുന്നിട്ട് കുറേ ബഹളം ഉണ്ടാക്കി കുറേ വിടുവിക്കുന്നു, യേശുവിനെ വിടുവിക്കാനായിട്ട് പോകുന്നു, യേശുവിനെ അനുഗ്രഹിക്കാൻ പോകുന്നു, വിസ വരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ബഹളം ഉണ്ടാക്കുന്ന പരിപാടി അല്ല പ്രിയമുള്ളവരെ ഇത്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു പോകുന്നത് കൊണ്ടാണ് നമുക്കും ഉപദേശത്തെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണകളില്ല, നമ്മുടെ വിശ്വാസികൾക്കും ഉപദേശത്തെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണകളില്ല, ഡോക്ടറിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണകളില്ല. അതുകൊണ്ട് തന്നെ തോന്നുന്ന വഴിക്കെല്ലാം പോവുകയാണ്. അപ്പോൾ പൗലോസ് പറയുക തിമോഥെയോസിനെ ഒരു സഭയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിച്ചുകൊണ്ട്
ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വായ തോന്നൊക്കെ വിളിച്ചു പറയുന്ന ശബ്ദകോലാഹലങ്ങൾ മാത്രം ഉണ്ടാക്കി അകത്തൊന്നുമില്ലാതെ കൃത്യമായ ഉപദേശം പഠിപ്പിക്കാതെ, ഇന്ന് പലരും പറയുന്നതാ എന്താണ് തിയോളജി വേണ്ട, ബൈബിള് പഠിപ്പിക്കേണ്ട, വിടുതലാണ് വേണ്ടത്. എൻ്റെ പൊന്നുമക്കളെ, അങ്ങനെ ഒന്നും അല്ല. വചനം പഠിപ്പിക്കാനാണ് പറഞ്ഞത്, കൃത്യമായിട്ട് പഠിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അങ്ങനെ പഠിപ്പിക്കുന്നവനാണ് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്തവനും ദൈവത്തിന് കൊള്ളാകുന്നവനും. അങ്ങനെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ വായത്തോന്തൊക്കെയാണ് വചനം വെച്ച് വിളിച്ച് പറയുന്നതെങ്കിൽ നമ്മൾ ലജ്ജിച്ചു പോകും. യു വിൽ ബി അഷെയിംഡ് ഓഫ് യുവർ മിനിസ്ട്രി. മാത്രമല്ല, ദൈവത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പറയുക, അങ്ങനെ ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കുവാൻ ശ്രമിക്കുക. മലയാളത്തിൽ ശ്രമിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്ക് ചില ഇംഗ്ലീഷ് പരിഭാഷകൾ ഉപയോഗിച്ചിരിക്കാൻ ഡു യുവർ ബെസ്റ്റ് എന്നാണ്. നിൻ്റെ കഴിവിൻ്റെ മാക്സിമം നീ ശ്രമിക്കണം. അതിനകത്ത് ആരെയും പേടിക്കരുത്. ഒരു നേതാവിനെയും ഒരു പ്രസ്ഥാനത്തെയും ഒരു വലിയ പുള്ളികളെ ആരെയും പേടിക്കരുത്. വലിയവനെയും ചെറിയവനെയും ആരെയും പരിഗണിക്കാതെ വചനം എന്ത് പറയുന്നു അത് കൃത്യമായിട്ട് പറയാൻ നിൻ്റെ കഴിവിൻ്റെ പരമാവധി നീ എന്ത് ചെയ്യണം? ശ്രമിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുക, 16-ാം വാക്യം പറയുക, ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക. എന്താ വൃഥാലാപങ്ങൾ എന്ന് പറഞ്ഞാൽ? വെറുതെ ഇങ്ങനെ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ അല്ലേ? ഇന്നൊക്കെ പലയിടത്തും പോയി കഴിഞ്ഞാൽ ഇതാണ്. എന്താ പറയുന്നതെന്ന് പറഞ്ഞ പുള്ളിക്കും അറിയില്ല, കേട്ട പുള്ളിക്കും അറിയില്ല. മനുഷ്യൻ്റെ ഉള്ളിൽ ലോകമോഹമൊക്കെ നിറച്ച് ആകപ്പാടെ അവനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന രീതിയിലുള്ള ലോകമോഹം കുത്തി നിറയ്ക്കുന്ന പോലത്തെ പരിപാടികളൊക്കെയാണ് ഇന്ന് കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഭക്തിവിരുദ്ധമായ, ഭക്തിയിലേക്കല്ല ലോകമോഹത്തിലേക്കായി വൃഥാലാപങ്ങൾ നയിക്കുന്നത്. അങ്ങനെ വൃഥാലാപങ്ങളെ നീ എന്ത് ചെയ്യണം? ഒഴിഞ്ഞിരിക്കണം. കാരണം ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവർക്ക് ലോകസ്നേഹമാണ് കൂടി വരിക, അല്ലാതെ ദൈവത്തോടുള്ള സ്നേഹമല്ല കൂടി വരിക. അവർ ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയുന്നത് പോലും ലോകത്തിൽ പലതും ഉണ്ടാക്കാനുള്ളൊരു കുറുക്കുവഴിയായിട്ട് മാറും. കാരണം അതാണ് അവരെ പഠിപ്പിക്കുന്നത്, അങ്ങനെയാണ് അവർ കേൾക്കുന്നത്. ഇത് പറയുക, അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും, ഒരു ക്യാൻസർ പോലെ അവരുടെ വാക്ക് തിന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, ക്യാൻസർ കോശങ്ങൾ ശരീരത്തിൽ ഒരിടത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു 3-4 വർഷത്തിനകം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരീരത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലേക്കും പരക്കും. ഇവിടെ പൗലോസ് പറഞ്ഞത് ഈ ദുരുപദേശങ്ങൾ അതുപോലെയാണ്. നീ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ അത് ഭയങ്കര സ്പീഡിലത് സ്പ്രെഡാകും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിലത് പരക്കും. ഇന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കേ, ദുരുപദേശകരുടെ കൂട്ടത്തിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളാണ് പോകുന്നത്. സത്യവചനം പ്രസംഗിക്കുന്നിടത്ത് വിരലെണ്ണാവുന്നവരെ നിങ്ങൾ കാണുള്ളൂ. അതുപോലെ ഇത് പരന്നുകൊണ്ടിരിക്കുക. സോ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്നിട്ട് 18-ാം വാക്യം പറയുക, ഹ്യൂമനയോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അപ്പോൾ അവരുടെ 2 മെയിൻ ആൾക്കാരെ പറയുക, ഹ്യൂമനയോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി. അപ്പോൾ അവർ സത്യത്തിലായിരുന്നു എന്നത്, പക്ഷെ ഇപ്പം എന്ത് ചെയ്തു? സത്യം വിട്ട് തെറ്റിപ്പോയി. എന്നിട്ട് പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ച് കളയുന്നു. അപ്പം അവരെന്താ പറയുന്നത്? പുനരുത്ഥാനം കഴിഞ്ഞു, ഇനിയൊരു പുനരുത്ഥാനം ഇല്ല എന്ന് വെച്ചാൽ എന്താ എൻ്റെ അർത്ഥം? ഇപ്പം ലോകത്തിൽ ജീവിക്കുന്ന വിശ്വാസികളുടെ പുനരുത്ഥാനം കഴിഞ്ഞു, അപ്പം ഇനിയൊരു പുനരുത്ഥാനം ഇല്ല. അതായത് ഇനിയൊരു കർത്താവിൻ്റെ വരവോ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് കർത്താവിനോടൊന്നിച്ച് പോകുന്ന അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ഇനിയൊരു പുനരുത്ഥാനം ഇല്ല. നമ്മൾ ഇവിടെ തന്നെയാണ്. നോക്കിക്കേ, എന്തുമാത്രം ലോകസ്നേഹം കൊണ്ട് ഉള്ളിലേക്ക് കടത്തിവിടുന്നതാണ്. നിത്യതയെക്കുറിച്ചുള്ള ആ ദർശനം തന്നെ എടുത്തു കളയുന്ന ഒരു ദുരുപദേശം. അത് ശരിക്കും ഒരു നോസ്റ്റിസം എന്ന് പറയുന്ന ഒരു ദുരുപദേശമാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ കാര്യമായിട്ട് നിലവില്ലാത്തത് കൊണ്ട് ഞാനതേക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. നോസ്റ്റിസം എന്താണെന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. മാത്രമല്ല, അത് പറയണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. പ്രത്യേകിച്ച് ഇന്ന് അങ്ങനെ ഒരു ദുരുപദേശം നമ്മുടെ ഇടയിൽ വലിയ ശക്തമായിട്ടില്ല. അതുകൊണ്ട് ഞാനതേക്കുറിച്ച് കാര്യമായിട്ട് സൂചിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പം അതാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് ദുരുപദേശങ്ങൾ പരക്കുന്നതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി 2 തിമോഥെയോസ് ലേഖനം തന്നെ
3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 9 വാക്യങ്ങൾ, 1 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. പലപ്പോഴും ഈ ഭാഗം നമ്മൾ തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കാറ്. കാരണം ഈ ഭാഗം വായിച്ചിട്ട് പലപ്പോഴും പലരും പറയുന്നത് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചാണ് അവർ പ്രസംഗിക്കാറുള്ളത്. പക്ഷെ പൗലോസ് ഇത് എഴുതിയത് നമ്മൾ കൃത്യമായിട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, സഭയ്ക്ക് പുറത്തുള്ള കാര്യമില്ല, സഭയ്ക്കകത്തുള്ള കാര്യമാണ് പൗലോസ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അപ്പം എന്താണെങ്കിലും അന്ത്യകാലത്ത് സഭയ്ക്കകത്ത് ദുർഘട സമയങ്ങൾ, ഈവിൾ ടൈംസ് വരും. ഓക്കെ, എങ്ങനെയൊക്കെ വരും? മനുഷ്യർ സ്വസ്നേഹികളാകും. ഇപ്പോൾ സഭയ്ക്കകത്തുള്ള മനുഷ്യരുടെ സ്നേഹം അവനവനോട് തന്നെയാകും. ദൈവത്തോടുള്ള സ്നേഹം നഷ്ടപ്പെട്ട്, മറ്റുള്ളവരോടുള്ള സ്നേഹം നഷ്ടപ്പെട്ട്, സ്നേഹം അവനവനെ തന്നെ സ്നേഹിക്കുന്ന നിലവാരത്തിലേക്ക് സഭയ്ക്കകത്തുള്ളവർ വരും. ഇന്ന് നമ്മളതല്ലേ കാണുന്നത്? എല്ലാവർക്കും അവനവനെയാ സ്നേഹം. മറ്റുള്ളവരോടൊന്ന് ക്ഷമിക്കാൻ, മറ്റുള്ളവരെ ഒന്ന് സ്നേഹിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ നമുക്കൊന്നും കഴിയുന്നില്ല. നമുക്ക് നമ്മളോട് തന്നെയാണ് സ്നേഹം. അതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികൾ, നോക്കിയാൽ സ്വസ്നേഹികളായി കഴിയുമ്പോൾ പിന്നെ അടുത്ത് നടക്കുന്നത് ദ്രവ്യാഗ്രഹികളാണ്. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ ദ്രവ്യാഗ്രഹികൾ എന്ന് പറയുന്നത് എന്താണ്? ലോകത്തിൽ തങ്ങൾക്ക് ധനവും സമൃദ്ധിയുമൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് സഭയ്ക്കകത്ത് ഈ ചിന്ത കയറിയവരെന്നാണ് പറയുന്നത്. ഇന്ന് നോക്കിക്കേ, ഇന്ന് സഭയ്ക്കകത്തുള്ള 99.99% ആളുകളും ഈ ചിന്തയുള്ളവരാണ്. എങ്ങനെയും ധനമുണ്ടാക്കണം, എങ്ങനെയും സുഖസൗകര്യങ്ങൾ, എങ്ങനെയും ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾ നേടിയെടുക്കണം. അതാണ് അവരുടെ ജീവിത ലക്ഷ്യം. അവർ ദൈവത്തെ കാണുന്നത് പോലും അതിനുള്ളൊരു ഉപാധിയായിട്ടാണ് കാണുന്നത്. ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവർ, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലേ? പലരും കേട്ടിട്ടില്ലേ? ഞാൻ അവിടെ പോയപ്പോൾ അവിടെ അത് നടന്നു, ഇവിടെ പോയപ്പോൾ ഇത് നടന്നു. മറ്റുള്ളവരെ കൊണ്ട് സാക്ഷ്യം പറയിക്കുന്നു, അവരോട് ചോദിക്കുന്നു, വീഡിയോ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. എന്തെല്ലാം കലാപരിപാടികളാണ്. വമ്പ് പറയുന്നത്. എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത്? അവനവനെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാനാണ് അത് ചെയ്യുന്നത്. വമ്പ് പറയുന്നവരും അഹങ്കാരികളും, ഭയങ്കര അഹങ്കാരികൾ, ദൂഷകന്മാർ, മറ്റുള്ളവരെ ദൂഷിക്കുന്നവർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, നന്ദി കെട്ടവർ, അശുദ്ധർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ, ഏഷണിക്കാർ, അജിതേന്ദ്രിയന്മാർ, ഉഗ്രന്മാർ, സൽഗുണദോഷികൾ, ദ്രോഹികൾ, ധാർഷ്ട്യക്കാർ, നിഗളികൾ. ഇങ്ങനെ വാക്കുകളൊന്നും വിശദീകരിക്കാനായിട്ട് സമയം എടുക്കുന്നില്ല. പറയുക, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയർ. അപ്പം അവർക്ക് ദൈവത്തോടല്ല സ്നേഹം, ഈ ഭൗതിക വിഷയങ്ങൾ അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതിനോടാണ് അവർക്ക് സ്നേഹം. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയമുള്ളവരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർ ഭക്തിയുടെ വേഷം ധരിക്കുന്നവർ. ഇതാ ഞാൻ പറയുന്നത്, ഇത് സഭയ്ക്കകത്തുള്ളവരാ, പുറത്തുള്ളവരല്ല. അപ്പോൾ സഭയ്ക്കകത്ത് ഇവർ വലിയ ഭക്തന്മാരാണെന്ന് അഭിനയിക്കും, ആക്ട് ചെയ്യും, ഭക്തിയുടെ വേഷം ധരിക്കും. പക്ഷെ അതിൻ്റെ ശക്തി എന്ത് ചെയ്യും? ത്യജിക്കും. എന്താ ഭക്തിയുടെ ശക്തി എന്ന് പറയുന്നത്? അത് നമ്മെ ദൈവോന്മുഖരാക്കി, ക്രിസ്തു കേന്ദ്രീകൃതരാക്കി, ക്രിസ്തുവിനോട് അനുരൂപമാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാണ് ആ ഭക്തിയുടെ ശക്തി എന്ന് പറയുന്നത്. അല്ലാതെ നീ കൈവയ്ക്കുമ്പോൾ ആൾക്കാർ മറിഞ്ഞു വീഴുന്നതല്ല ശക്തി. അങ്ങനെ അതല്ല ശക്തി, മറക്കരുത്. അതല്ല ശക്തി. എൻ്റെ സ്വഭാവത്തിൽ രൂപാന്തരം വരുത്തുന്നതാണ്. എൻ്റെ പ്രയോറിറ്റികൾക്ക്, മുൻഗണനകൾക്ക് മാറ്റം വരുത്തുന്നതാണ് ആ ശക്തി. അതെന്നെ ദൈവോന്മുഖമാക്കി തീർക്കുന്നതാണ്. എൻ്റെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമാക്കി തീർക്കുന്നതാണ്. എൻ്റെ ആഗ്രഹം ക്രിസ്തുവിനെ പോലെ ആയിത്തീരണമെന്നാക്കി തീർക്കണം. അതാണ് ഭക്തിയുടെ ശക്തി. ആ ശക്തിയെ ത്യജിച്ച് കളഞ്ഞിട്ട് ഭോഗപ്രിയരായിട്ട് മാറും. ഭോഗങ്ങൾക്ക്, സുഖസൗകര്യങ്ങൾക്കുള്ളൊരു ഉപാധിയായിട്ട് ഭക്തിയെ ഉപയോഗിക്കുന്നവർ.
പറയാ അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക, അവരുടെ കൂടെ എന്ത് ചെയ്യരുത്, കൂടരുത്. പക്ഷെ ഇന്നത്തെ പ്രശ്നം ആളുകൾ അവരുടെ അടുത്തേക്ക് അങ്ങ് ഓടിക്കൂടുക. വചനം എന്താ പറഞ്ഞ്, അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? 6-ാം വാക്യം തൊട്ട്, വീടുകളിൽ നൂണ് കിടക്കുക. എന്താ നൂണ് കിടക്കുക എന്ന് പറഞ്ഞാൽ സീക്രട്ടായിട്ട് കിടക്കുക, ആരും അറിയാതെ വീടുകൾക്കകത്തേക്ക് കിടക്കുന്നു. എന്നിട്ട് പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അധീനരായിരിക്കും. അപ്പം ഇവർ പാപങ്ങളെ ചുമന്നുകൊണ്ട് കിടക്കുക, ഒരു പാപത്തിലാണ്, നാനാമോഹങ്ങൾക്ക് അധീനരാണ് ഇവർ, ഇവർക്ക് മോഹമേ ഉള്ളൂ. അപ്പം ഇവർ ഇതുപോലെ മോഹങ്ങൾക്ക് അധീനരായിട്ടുള്ള, എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവരാകുന്നു. അപ്പം ഈ സ്ത്രീകൾക്കൊരു പ്രശ്നമുണ്ട്. സ്ത്രീകൾ എപ്പോഴും മോഹത്തിൻ്റെ ഒരു വലിയൊരു കൂമ്പാരം മെയിനായിട്ട്. നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കരുത്, ഓക്കെ? പുരുഷന്മാർക്കുള്ളതിനേക്കാൾ മോഹം കൂടുതൽ ആർക്കാണ്? സ്ത്രീക്കാണ്. അപ്പം അങ്ങനത്തെ സ്ത്രീകളെ അവർ വശീകരിക്കും. നിങ്ങൾ നോക്കിക്കോ, ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ പുറകെ ഈ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിച്ച് അത് ഭോഗപ്രിയത്തിനുള്ള ഉപാധിയാക്കി മാറ്റുന്നവരുടെ പുറകെ ഏറ്റവും കൂടുതൽ പോകുന്നത് സ്ത്രീകളാണ്. എന്നിട്ട് സ്ത്രീകൾ പോയി കഴിഞ്ഞിട്ടാണ് നിക്കക്കള്ളിയില്ലാത്ത പുരുഷന്മാരും പലപ്പോഴും എന്ത് ചെയ്യുന്നത്? അവരുടെ പുറകെ പോകുന്നത്. അപ്പം ഈ സ്ത്രീകൾ, ഇവരുടെ പ്രത്യേകത എന്താ? ഇവർ മോഹങ്ങളുമായിട്ടാണ് നടക്കുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? സ്വാധീനിക്കും. എന്നിട്ട് 8-ാം വാക്യത്തിൽ പറയുക, എന്നേസും എംബ്രേസും മോശയോട് എതിർത്ത് എന്തുപോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. അപ്പം ഇവർ സത്യത്തോട് എന്ത് ചെയ്യാണ്? എതിർത്ത് നിൽക്കുകയാണ്. എന്നിട്ട് ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരുമാണ് ഇവർ. ഇവർ ദുർബുദ്ധികളാണ്, ഇവരുടെ ബുദ്ധി ദുഷിച്ചതാണ്. വിശ്വാസം സംബന്ധിച്ച് ഇവർ കൊള്ളരുതാത്തവരാണ്, ഒരു പ്രയോജനമില്ലാത്തവരാണ്. ഇവർ വിശ്വാസമായിരിക്കും പ്രസംഗിക്കുന്നത്. വിശ്വസിച്ചാൽ നിനക്ക് അത് കിട്ടും, വിശ്വസിച്ചാൽ നിനക്ക് ഇത് കിട്ടും, വിശ്വസിച്ചാൽ ഇപ്പം നിനക്ക് വലിയ വണ്ടി കിട്ടും, വിശ്വസിച്ചാൽ നിനക്ക് വിസ കിട്ടും, വിശ്വസിച്ചാൽ നിനക്ക് ജോലി കിട്ടും, വിശ്വസിച്ചാൽ നിനക്ക് കോടിക്കണക്കിന് രൂപ കിട്ടും, വിശ്വസിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനെ വിശ്വാസമായിരിക്കും ഇവർ, വിശ്വാസമായിരിക്കും ഇവർ പറയുന്നത്. പക്ഷേ യഥാർത്ഥ വിശ്വാസവുമായിട്ടുള്ള ബന്ധത്തിൽ ഇവർ കൊള്ളരുതാത്തവരാണ്, ഒരു പ്രയോജനമില്ലാത്തവരാണ്. പറയുക, അവർ അധികം മുഴുക്കുകയില്ല. മേൽ പറഞ്ഞ ഇവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും. അപ്പം ഇതൊക്കെ കേട്ടിട്ട് കുറച്ച് കാലമൊക്കെ ആൾക്കാർ ഇവിടെ പുറകെ നടക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് ഇവിടെ തനി സ്വഭാവം എന്ത് ചെയ്യും? മനസ്സിലാകും. ഈ പെണ്ണുപിടിയന്മാരുടെ തനി സ്വഭാവം അവർക്ക് മനസ്സിലാകും. മറക്കരുത്, ഇത് വേദപുസ്തകം മുമ്പേ ഇത് നമുക്ക് മുന്നറിയിപ്പ് എന്താ? ഇത് നമ്മൾ പഠിക്കാതെ അവരെ വിട്ടുമാറാതെ അവിടെ പുറകെ പോയിട്ട് പല കുഴികളിലും ചെന്ന് ചാടിയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല പ്രിയമുള്ളവരെ. ഞാനതങ്ങനെ പറഞ്ഞ ആ ഭാഗങ്ങൾ വിടുകയാണ്. ഓക്കെ, ഇനി ആ 3-ാം അധ്യായത്തിൻ്റെ തന്നെ 13-ാം വാക്യത്തിൽ 13-14 വാക്യങ്ങൾ എന്താ പറയുന്നത്? 13 തൊട്ട് 15 വരെ, ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. എന്താണ് ദുഷ്ടമനുഷ്യർ? അവർ ദുഷ്ടരാണ്. 2 മായാവികൾ. എന്താ മായാവി എന്ന് പറഞ്ഞാൽ? മായാവി എന്ന് പറഞ്ഞാൽ മായാജാലങ്ങൾ കാണിക്കുന്നവരാ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മായാജാലം? കണ്ടിട്ടില്ല? യൂട്യൂബിൽ കയറിയൊക്കെ അത് ഇഷ്ടം പോലെ കാണാമല്ലോ. കൈ വീശുമ്പോൾ ആൾക്കാർ മറിഞ്ഞു വീഴുന്നു, ഫയർ 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 എന്നിങ്ങനെ പറയുമ്പം ആൾക്കാരൊക്കെ തലയും കുത്തി വീഴുന്നു. പിന്നെ അതുപോലെ എന്തെല്ലാം മായാജാലങ്ങൾ കാണിക്കുന്ന ആൾക്കാരുണ്ട്. അവർ മറ്റുള്ളവരെ വഞ്ചിക്കുകയും ചെയ്യും, സ്വയം വഞ്ചിക്കപ്പെടുകയും ചെയ്യും. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഇവർ മറ്റുള്ളവരെ വഞ്ചിക്കും. അതായത് കാണുന്നവർ വിചാരിക്കും ഇവർ ഭയങ്കര ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാരെ, ഇവരാണ് ശരിയായിട്ടുള്ള ക്രിസ്ത്യാനികൾ എന്ന് വിചാരിക്കും. അങ്ങനെ അവർ മറ്റുള്ളവരെ വഞ്ചിക്കും. സ്വയമായിട്ട് അവർ വഞ്ചിക്കണം. അവരും ഇത് തന്നെ വിചാരിക്കുന്നത്, ഞാനിങ്ങനെ കൈ വീശുമ്പോൾ കുറേ പേര് വീഴുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ രോഗികൾ സൗഖ്യമാകുന്നുണ്ട്, ഞാനാണ് വലിയ ആൾ എന്ന് ഇവരും അങ്ങ് വിശ്വസിക്കും, ഇത് കാണുന്നവരും വിശ്വസിക്കും. അതാണ് വഞ്ചിക്കുകയും ചെയ്യും, സ്വയം വഞ്ചിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ ദോഷത്തിൽ മുതിർന്നു വരും. പൗലോസ് പറയാം, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും
ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്നതിൽ നിലനിൽക്കുക. പൗലോസ് പറയാം, നീ എവിടെ നിൽക്കണം? വചനത്തിൽ നിലനിൽക്കണം. ഈ മായാജാലങ്ങൾക്കകത്തേക്ക് നീ പോകരുത്. ഇന്ന് പലരും ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇതിനു വേണ്ടി അങ്ങ് ആഗ്രഹിക്കുക, എനിക്കിതുപോലെ ആകണം, എന്നിട്ട് ഇതുപോലെയൊക്കെ അവരങ്ങോട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അനുകരിച്ച് അവരും അതുപോലെയൊക്കെ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പൗലോസ് പറഞ്ഞ നീയും മായാജാലം കാണിക്കണം എന്നല്ല പറഞ്ഞത്, നീ വചനത്തിൽ നിലനിൽക്കണം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ദിവസം ഒരു ചർച്ചിലെ സഭായം കഴിഞ്ഞിട്ട്, ഞങ്ങളുടെ മാതൃസഭയല്ല, സഭായം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ ഒരു സഹോദരൻ, പുള്ളി ഒരു ശുദ്ധനാ, കുഴപ്പമൊന്നുമില്ല, എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അപ്പോൾ എന്നെക്കുറിച്ച് അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് പ്രശ്നമുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഞാനിങ്ങനെ കാര്യങ്ങൾ തുറന്ന് വചനം പഠിപ്പിക്കുന്നത് കൊണ്ട്, ഞാൻ ഈ പ്രകടനങ്ങൾക്കൊക്കെ എതിരായതുകൊണ്ട് ചില ആൾക്കാർക്കൊക്കെ അത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഈ സഹോദരൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ടോമാസ്റ്റേ, ദൈവാത്മാവിനോട്ടൊരു കാര്യം പറഞ്ഞു. ഞാൻ പിന്നെ എന്താ പറഞ്ഞു, ടോമാസ്റ്റർ ബുദ്ധി അഫലമാക്കണം. ഇതുവരെ പഠിച്ചു വച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മറന്നിട്ട് ദൈവാത്മാവിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, പക്ഷേ എൻ്റെ വേദോസ്തത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്നതിൽ നിലനിൽക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ പഠിച്ചതൊക്കെ മറന്നു കണ്ടിട്ട് ബുദ്ധി അഫലമാക്കിയിട്ട് വായ തോന്നുന്ന ആത്മാവ് എന്ന് പറഞ്ഞ് വിളിച്ചു പറയാനല്ല വചനം പറഞ്ഞിരിക്കുന്നത്. അത് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നതല്ല. നിങ്ങൾ ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്കും മക്കളെ. അതല്ല ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നത്. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ശാന്തമായിട്ട് ദൈവവചനം കൃത്യമായിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിന് പ്രയോജനമുള്ളത്. ഓക്കെ, അപ്പോൾ പൗലോസിനോട് തിമോത്തിയോസിനോട് പൗലോസ് അത് ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ തന്നെ 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? അവർ, 2-ാം വാക്യം തൊട്ട് വായിക്കാം, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, നീ വചനം പ്രസംഗിക്കുക. വചനം എന്ത് ചെയ്യുക? പ്രസംഗിക്കുക. 1-ാം വാക്യം എൻ്റെ ഗൗരവമൊക്കെ കൂട്ടിയാണ് പറയുന്നത്, ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്ക് ന്യായവിസ്താരം നടത്താനുള്ള ക്രിസ്തുവേശുവിനെ സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയുകയാണ്, യു ഷുഡ് പ്രീച്ച് ദ വേർഡ്. വചനം പ്രസംഗിക്കണം, മായാജാലം കാണിക്കരുത്, കൈ വീശുമ്പം മറിഞ്ഞു വീഴുന്ന പരിപാടി അല്ല കാണിക്കേണ്ടത്. അതല്ല കാണിക്കേണ്ടത്. എല്ലാവരും ഇങ്ങനെ സ്പ്രിങ് നിൽക്കുന്ന പോലെ തുള്ളുന്ന പരിപാടി അല്ല കാണിക്കേണ്ടത്. വചനം പ്രസംഗിക്കുക. പറയുക, 3-ാം വാക്യം പറയുക, അവർ ജനം, സഭയ്ക്കകത്ത ജനം, അവരെന്ത് ചെയ്യും? പഥ്യോപദേശം പൊറുക്കാതെ. അപ്പം നീ വചനം പ്രസംഗിക്കാൻ പോകുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവർക്കത് ഇഷ്ടപ്പെടില്ല. സഭയുള്ളവർക്ക് എന്ത് ചെയ്യില്ല? ഇഷ്ടപ്പെടില്ല. കാരണം അവർക്ക് വേണ്ടത് ഇതാണ്. എന്താ? ഈ സ്പ്രിങ്ങത്തുള്ളിലും ഈ കോലാഹലങ്ങളും ഈ കൈ വീശുമ്പോൾ മറിഞ്ഞു വീഴുന്നതും ഇങ്ങനത്തെ കുറേ പ്രകടനങ്ങൾ അവർക്ക് വേണ്ട. പക്ഷെ നീ അത് കണ്ടിട്ട് അവരോട് നീ കോംപ്രമൈസ് ചെയ്യാനായിട്ട് പോകരുത്. അപ്പം അവരെന്ത് ചെയ്യും? നീ വചനം പ്രസംഗിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ പഥ്യോപദേശം പൊറുക്കാതെ എന്ത് ചെയ്യും? കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും ചെയ്യും. അപ്പം അവരുടെ മോഹങ്ങൾക്കനുസരിച്ച് അവരോട് പറയുന്ന പ്രസംഗരെ, ഉപദേഷ്ടാക്കന്മാരെ അവർ കൊണ്ടുവരും. കാരണം നീ പറയുന്ന അവരുടെ മോഹങ്ങളല്ല, അവരുടെ ഉള്ള മോഹങ്ങൾക്കനുസരിച്ചല്ല നീ പറയുന്നത്. വചനം പ്രസംഗിക്കുമ്പോൾ അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. വചനം എപ്പോഴും ദൈവോന്മുഖമായിട്ട്, ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട്, നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കാനായിട്ട് പഠിപ്പിക്കുന്നതാണ് വചനം. ഈ ലോകമോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്നതല്ല. അപ്പം അത് പറയുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർക്കത് ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടാതെ എന്ത് ചെയ്യും? അവർ അവരുടെ മോഹങ്ങൾക്കനുസരിച്ച്, അവരുടെ താല്പര്യത്തിനനുസരിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗന്മാരെ അവർ കൂട്ടിക്കൊണ്ടുവരും. എന്നിട്ട് പറയും സത്യത്തിന് ചെവി കൊടുക്കാതെ. അപ്പം നീ പറയുന്ന
സത്യം അവർ കേൾക്കാൻ താല്പര്യമില്ലാതെ കെട്ടുകഥ കേൾക്കാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. അങ്ങനത്തെ ഒരു കാലം വരും. അപ്പോൾ നീ എന്ത് ചെയ്യണമെന്നറിയാവോ? അതുകൊണ്ട് ആൾക്കാരെ പിടിച്ചു നിർത്താനായിട്ട് നിൻ്റെ പ്രസംഗം മാറ്റണം. നോ, അല്ല. ഇന്ന് പലരും അതാ ചെയ്യുന്നത്. പലരോടും പറയുമ്പോൾ, ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പലരും എന്നോട് പറയാറുണ്ട്, പക്ഷേ ഇതൊക്കെ ശരിയാണെന്നറിയാം, ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നറിയാം, പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കാതെ ഇട്ടിട്ട് പോവില്ല എന്ന്. അപ്പോൾ ഒരാൾക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പലതും കാണിക്കുക. പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്, ആൾക്കാർ നിന്നെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നീ വചനം പ്രസംഗിക്കുന്നത് മാറ്റണം എന്നല്ല പറഞ്ഞത്. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക. ഈ കഷ്ടം നീ സഹിക്കാൻ തയ്യാറാകണം. എന്ത്? അവർ നിന്നെ അംഗീകരിക്കാതിരിക്കുന്ന ആ കഷ്ടം, നിന്നെ ഒറ്റപ്പെടുത്തുന്ന കഷ്ടം, നിന്നെ പുറത്താക്കുന്ന കഷ്ടം, അത് നീ സഹിക്കാനായിട്ട് തയ്യാറാകണം. സത്യവചനം പ്രസംഗിക്കുമ്പോൾ സഭകൾ നിങ്ങളെ ഉൾക്കൊള്ളില്ല. സഭയിൽ ഒരു ന്യൂനപക്ഷം മാത്രമേ നിങ്ങളോട് കൂടെ ഉണ്ടാവുകയുള്ളൂ. ഭൂരിപക്ഷം നിങ്ങൾക്കെതിരാകും. അവർ നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കരുതെന്നും പ്രസംഗിക്കരുതെന്നും നിങ്ങൾ കയറ്റരുതെന്നും നിങ്ങൾ വേണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ട് അവരുടെ മോഹങ്ങൾക്കനുസരിച്ച് പഠിപ്പിക്കുന്നവരെ അവർ കയറ്റിക്കൊണ്ടുവരും. അത് കണ്ടിട്ട് നീ എന്ത് ചെയ്യരുത്? ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നീ മാറ്റരുത്. നീ ആ കഷ്ടം സഹിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നിൻ്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. നോക്കിക്കേ, ഒറ്റ വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ നിർത്താൻ പോവാണ്. എബ്രായ ലേഖനം 13:9. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. അപ്പോൾ പലവിധ ഉപദേശങ്ങൾ ഉണ്ട്. അങ്ങനെ നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. ന്യായപ്രമാണത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് ലോകപ്രകാരമുള്ള കാര്യങ്ങളല്ല, കൃപ. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. കഥാന്ന് വെച്ചാൽ അടുത്തൊരു എപ്പിസോഡ് കൂടെ നമുക്ക് ഈ ഒരു ഭാഗം അവസാനിപ്പിക്കാനായിട്ട് കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോക്കൂ, ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ്, ഇതൊരു വലിയ ദൗത്യമാണ്, ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. സഭകൾക്കുള്ള വലിയൊരു മുന്നറിയിപ്പ്. നമുക്കൊരു നിമിഷം ദൈവവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ അവിടത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ഞങ്ങൾക്ക് ദൈവവചനത്തിന് മുമ്പിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. പലവിധ ഉപദേശങ്ങൾ, പലവിധ ചിന്തകൾ, കാര്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സത്യവചനം പ്രസംഗിക്കുവാനും സത്യവചനത്തിൽ നിലനിൽക്കുവാനും വേണ്ട ദൈവകൃപ അവിടെ ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.